ഇസ്ലാം ഒരു മണ്ടത്തരായതുകൊണ്ട് അതിനെ അവഹേളിക്കുന്നു. എങ്ങനെ മണ്ടത്തരായി? ഇപ്പോ ഇസ്ലാം അടിമയെ പൂശാൻ പറയുന്ന ഒരു മതമല്ലേ? உனக்கு எப்பவுமே எதிரி அழிக்கிறது தான் பிடிக்கும்ல. எனக்கு எப்படி தெரியுமா? எதிரிய வாழ விட்டு அவன் முன்னாடி வாழ்ந்து காட்டுறதா எனக்கு பிடிக்கும். ആരംഭിക്കില്ല. ഹലോ ഷർഫോ പറയ്. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡിടിപ്പിക്കാം. നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? നിങ്ങളെ പേരെങ്കിൽ നിങ്ങൾ മാറ്റാത്തത്? പേര് മാറ്റി ആരിഫ് ഹുസൈൻ എന്നുള്ള പേര് മാറ്റിട്ട് മുസ്ലിം സമുദായത്തെ നിങ്ങൾ കുറ്റം പറയും. നിങ്ങളെ പേര് തന്നെ ആരിഫ് ഹുസൈൻ അല്ലേ പേര്? എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. എന്താണ് എന്റെ പേരിന് കുഴപ്പം? നിങ്ങളൊരു മുസ്ലിം സമുദായത്തിനെ ഞാൻ അവഹേളിക്കണ എന്തിനാ? മുസ്ലിം സമുദായത്തിനെ നമ്മൾ അവഹേളിച്ചില്ലല്ലോ, നമ്മൾ ഇസ്ലാമിനല്ലേ നമ്മൾ അവഹേളിച്ചത്. എങ്കിൽ ഞങ്ങൾ പോകാതെ അവസ്ഥ ഇരിക്കണോ? സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? മുസ്ലിം സമുദായത്തിനല്ല ഞാൻ അവഹേളിച്ചത്, ഇസ്ലാമിനെയാണ്. ഏതായാലും നീ കൊടുത്തു. അവന്റെ കൂമ്പ് നോക്കി ഒരെണ്ണം കൊടുക്കാത്തത്. ഇനി അവസരം വരുമല്ലോ, അപ്പൊ കൊടുക്കാം. പിന്നെ ഇസ്ലാമിനാ? ഇസ്ലാം എന്ന് പറയാൻ ലോകത്ത് രണ്ടാം സ്ഥാനമല്ലേ? അതിനിപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്രിസ്ത്യം കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഉള്ള മുസ്ലിങ്ങളല്ലേ? അതുകൊണ്ട് ബോസന്നെ കളിയാക്കോ? നിനക്ക് പറ്റൂട കൂട്ടാ. അവരെ എന്തിനാണ് അവഹേളിക്കുന്നത്? അപ്പൊ ഇത്രയും വിശ്വാസികളെ ഇസ്ലാം ഒരു മണ്ടത്തരായതുകൊണ്ട് അതിനെ അവഹേളിക്കുന്നു. എങ്ങനെ മണ്ടത്തരായി? ഇതാ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന വേഗവിരൽ ചോദ്യം. ഇപ്പോ ഇസ്ലാം അടിമയെ പൂശാൻ പറയുന്ന ഒരു മതമല്ലേ? ഇത് മതവികാരമല്ല, വേറെ ഏതോ വികാരമാ. ചുരുക്കി പറഞ്ഞാൽ എന്റെ താഴത്തില്ലടാ. ആളിനെ നമുക്ക് മനസ്സിലായി. കൊതുകിനുമില്ലേ ക്രിമികടി? ക്ഷുദ്രജീവി. അടിമയെ മോചിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം. നിങ്ങൾ ഇതുകൂടി പറയ്. ഇസ്ലാം അടിമയെ പൂശാൻ പറഞ്ഞിട്ടില്ലേ? ഇസ്ലാം അടിമകളെ കല്യാണം കഴിക്കാൻ വിധവകളെയാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഞരമ്പ് രോഗം അത്രയല്ലേ ഉള്ളൂ. ഇസ്ലാം അടിമകളെ കല്യാണം കഴിക്കാൻ വിധവകളെയാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം, അതിന് ക്ലിയർ ആയിട്ട് ഒരു ഉത്തരം പറയൂ. എന്നാ ഞാൻ കലിമയല്ല. ഓക്കെ, നിങ്ങൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാം. ഞാൻ മുസ്ലിയാക്കന്മാരെന്നല്ല, ഞാൻ ഖുറാനിലെ ഒരു കാര്യം ഞാൻ ചോദിക്കണല്ലോ, അതിന് നിങ്ങൾക്ക് ഉത്തരം പറയാം. മുസ്ലിയാക്കന്മാരെന്ന് നമ്മൾ എടുക്കാറില്ല. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ബഹുദൈവ ആരാധകയായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതാണോ അതോ മുസ്ലിമായ ഒരു അടിമയെ കല്യാണം കഴിക്കുന്നതാണോ ഉത്തമം? ഏതാണ് ഉത്തമം എന്നാണ് ഇസ്ലാം ഖുറാനിൽ പറയുന്നത്? മുസ്ലിമായ അടിമയെ കല്യാണം കഴിക്കുന്നതാണ് ഉത്തമം. മുസ്ലിമായ ഒരു അടിമയെ കല്യാണം കഴിക്കുന്നതാണ് ഉത്തമം. അയാളെ ഉത്തമം. ബഹുദൈവങ്ങൾ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല ഇസ്ലാം. അതായത് അപ്പൊ ബഹുദൈവ ആരാധികയായ സ്വതന്ത്ര സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഉത്തമം ഈ പറയുന്ന ഒരു മുസ്ലിമായ അടിമയെ പെണ്ണിനെ കല്യാണം കഴിക്കണതാണ്. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് കുഴപ്പമൊന്നുമില്ല. ഇത് വളരെ നല്ല സ്റ്റേറ്റ്മെന്റ് ആണോ? കേമോ എന്ന് പറഞ്ഞാ പോരാ, തോൽവിയുടെ പടുകുഴി. നല്ല സ്റ്റേറ്റ്മെന്റ് ആണോ? അടിമ, ഉടമ, ബഹുദൈവ ആരാധക, ഇങ്ങനെ ആളുകൾ ഇങ്ങനെ അറിഞ്ഞും പുറഞ്ഞിങ്ങനെ ഉണ്ടായിരുന്ന നബിയുടെ കാലം തൊട്ട് അടിമകളാണ്. അടിമകളെ മോചിപ്പിച്ച ഒരു സമൂഹമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്താലേ അവനാ ശുഷ്കാന്തി കണ്ടമല്ലേ? അടിമ എങ്ങനെ മനസ്സിലായില്ല? രാജസ്ഥാനിലും ഉത്തർപ്രദേശിലൊക്കെ അടിമകളുണ്ട്. ഈ അടിമയെ മോചിപ്പിക്കാൻ ഇസ്ലാം എന്താ ചെയ്ത? മുഹമ്മദ് നബിക്ക് അടിമ ഉണ്ടായിരുന്നില്ലേ? അടിമകളെ മോചിപ്പിച്ചിട്ടുള്ളതേ ഉള്ളൂ. നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. അടിമകൾ മക്കയിലും മദീനയൊക്കെ അടിമകൾ മുഹമ്മദ് നബി. അങ്ങനെ പോയാലോ? അപ്പൊ അടുത്ത ചോദ്യം, മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ പറയുകയാണ്, ഞാൻ എൻ്റെ അടിമയെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി ആ സ്ത്രീയോട് പറഞ്ഞതെന്ത്? ഞാൻ 3 ഓപ്ഷൻസ് തരാം, അതിലേതാ ശരി ഉത്തരം എന്ന് നിങ്ങൾ പറയാം. വളരെ നന്നായി മോളെ, നീ ആ അടിമയെ മോചിപ്പിച്ചത്. ഓപ്ഷൻ 1 അതാണ്. ഓപ്ഷൻ 2, ആ അടിമയെ മോചിപ്പിച്ച സമയത്ത് കയ്യിൽ ഒരു 10 ഉറുപ്പിയും കൂടി കൊടുക്കാമായിരുന്നു. ഓപ്ഷൻ 2. ഓപ്ഷൻ 3, നീ എന്തിനാണ് ആ അടിമയെ മോചിപ്പിച്ചത്? ആ അടിമയെ നിനക്ക് നിന്റെ അമ്മാവന് കൊടുത്തുവിടായിരുന്നു, അപ്പൊ നിനക്ക് ഡബിൾ കൂലി കിട്ടൂലായിരുന്നു. ഇതിലേതാണ് ശരി ഉത്തരം? അടിമയെ മോചിപ്പിച്ചാണ് ഏറ്റവും വലിയ ശരി. എങ്ങനെ? അടിമയെ മോചിപ്പിച്ചാണ് ശരി. നിങ്ങൾ വളരെ തെറ്റായ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് നബി ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം എന്താണ്? നീ എന്തിനാണ് അടിമയെ മോചിപ്പിച്ചത്? നിന്റെ അമ്മാവന് കൊടുത്തുവിടായിരുന്നോ എന്നാണ് ചോദിച്ചത്. അപ്പോഴോ? കേട്ടോ മിസ്റ്റർ മേനോൻ, എന്റെ മകനായതുകൊണ്ട് പറയല്ല, മനു ഒരു മണ്ടനാണ്. അവന്റെ സിലക്ഷൻ വളരെ മോശമാണ്.
എനിക്ക് അതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട് മദ്രസയില്? ഞാൻ മദ്രസയിൽ എനിക്ക് കുറച്ചൊക്കെ നിസ്കരിക്കാനോ ഓതാനൊക്കെ എനിക്കറിയാവും. ആയത്തുൽ കുർസി അറിയാം? അതൊക്കെ അറിയാം. നിങ്ങളെ ഈ പറച്ചിൽ കേൾക്കും. ഞാൻ പറഞ്ഞ ഹദീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ആണോ? ഭയങ്കര. അതെന്താ തിരുവനന്തപുരത്തെ ഹദീസ് ഇല്ലേ? ഉണ്ട്. അപ്പൊ എന്താ ഈ ഹദീസ് നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല? അത് അത്രത്തോളം പണ്ഡിതനൊന്നും അല്ല ഞാൻ. നിങ്ങൾ പണ്ഡിതനൊന്നും ആവണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സി, ഒരു കാര്യം ചോദിക്കട്ടെ മിസ്റ്റർ ഷറഫു, നമ്മളിപ്പോ ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയുന്നത് മുഴുവൻ അവഹേളനമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് പാണ്ഡിത്യത്തിന്റെ കുറവൊന്നും ഉണ്ടായില്ലല്ലോ. ഞാനൊരു കളിതമാശ പറഞ്ഞല്ലേ. നിങ്ങൾ പണ്ഡിതനല്ലായിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തിയത് ഞാൻ പറയുന്നത് അവഹേളനമാണെന്ന്? ശബത്തി കുത്താതെ അളിയാ, ഒരു അബദ്ധം പറ്റിപ്പോയി. ഷറഫു ഹാപ്പി അല്ലേ? മോ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പൊ ഷറഫിനോട് ഞാൻ ചോദിക്കണത്, ഷറഫു ഇത് പഠിച്ച് വലിയ പണ്ഡിതനൊന്നും അല്ല. പക്ഷെ പിന്നെ എങ്ങനെ ഷറഫുവിന് മനസ്സിലായി ഞാൻ പറയണത് മുഴുവൻ തെറ്റാണെന്ന്? ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ. അവഹേളനമാണെന്ന് എങ്ങനെ മനസ്സിലായി? എന്റെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട് മോനെ. ഖുർആൻ കത്തിക്കണമെന്ന് പറഞ്ഞു. ഖുർആൻ കത്തിക്കണം എന്നല്ലല്ലോ നമ്മൾ പറഞ്ഞു. ഖുർആൻ കത്തിക്കേണ്ടി വന്നാൽ കത്തിക്കണം എന്നാ പറഞ്ഞത്. ആ, ഇന്ത്യയില് മനുസ്മൃതി കത്തിച്ചിട്ടില്ലേ? നിങ്ങൾ പറയൂ, ചോദിച്ചതിന് ഉത്തരം പറയും. മനുസ്മൃതി കത്തിച്ചിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയൂ ഷറഫു. ചോദിച്ചതിന് ഉത്തരം പറ ഷറഫു. ഖത്തം, ബൈ ബൈ, ടാറ്റാ, ഗുഡ് ബൈ, ഗയാ. ഇന്ത്യയിൽ മനുസ്മൃതി കത്തിച്ചിട്ടുണ്ടോ? അതെനിക്ക് കത്തിച്ചിട്ടുണ്ടാവും. കത്തിച്ചിട്ടുണ്ടാകും. ഫ്രാൻസിലൊരുത്തൻ ഖുർആൻ കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ഉണ്ടായത് കത്തിച്ചപ്പോ? അവന്റെ ഒരു കൈ ഇന്ന് രാത്രി ഡാമിലെ ചെമ്പല്ലികൾ തിന്നിരിക്കണം. ആശാനെ, അത് വേണോ? നിങ്ങൾ പറയൂ. അതായത് ഫ്രാൻസിൽ, സ്വീഡനിൽ ഖുർആൻ കത്തിച്ചു. ഇന്ത്യയിൽ മനുസ്മൃതി കത്തിക്കുക മാത്രമല്ല, എല്ലാ വർഷവും ഡിസംബർ 25-ന് മനുസ്മൃതി ദഹൻ ദിവസ് എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്വീഡനിൽ ഖുർആൻ കത്തിച്ചവൻ എന്താ ഉണ്ടായത്? ആ കത്തിച്ചവനെ തട്ടി അള്ളാഹുവിന്റെ ഗുണ്ടകൾ. അപ്പൊ നിങ്ങൾ പറയൂ, ഏത് മതവിശ്വാസത്തിനാണ് കൂടുതൽ ഒരു ഇൻക്ലൂസീവ്നെസ് ഉള്ളത്? കത്തിച്ചാൽ അവൻ ചായ ഉണ്ടാക്കി കുടിക്കട്ടെ എന്ന് വിചാരിക്കുന്ന മതം ഏതാ? ചിലർക്ക് വേറെ മനസ്സായിരിക്കും. എങ്ങനെ? അവൻ മരിച്ചാലും വേണ്ടിട്ട് അവനെ കൊന്നുകളയാന്നായിരിക്കും. അങ്ങനെയുള്ള മനസ്ഥിതിയുള്ള. അത് മനസ്ഥിതി അല്ലല്ലോ. ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ കൊല്ലണം എന്നല്ലേ? അതുകൊണ്ടല്ലേ അങ്ങനെ കൊല്ലുന്നത്. 5:33 എന്താ പറയുന്നത്? 5:33 എന്താ പറയുന്നത്? എനിക്കറിയില്ല, പറയും. ഞാൻ കേട്ടില്ല. അപ്പൊ അത് അറിയാതെയാണോ ഞാൻ ഇസ്ലാമിനെ അവഹേളിക്കുന്നു എന്ന് പറയുന്നത്? വളരെ മോശമായി പോയിട്ടോ. നിങ്ങൾ എനിക്കെതിരെ ഒരു വ്യാജ ആരോപണമല്ലേ ഇപ്പൊ നിങ്ങൾ ഉന്നയിച്ചത്? അത് നിങ്ങൾ പറയുന്ന രാമായണത്തിൽ ഇപ്പോഴും രാമായണം പോലെയാണോ ഖുർആൻ? അല്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ രാമായണത്തിന് എടുത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത്? രാമായണം ഐതിഹ്യമാണെന്നല്ലേ ഹിന്ദുക്കൾ പറയുന്നത്? ഖുർആൻ ഐതിഹ്യമാണോ? അല്ല. അപ്പൊ പിന്നെ എന്തിനാ ഇവിടെ രാമായണത്തിനെ കൊണ്ടുവരുന്നത്? ഷറഫു, തരികിട മാറ്റി വെക്ക് ഷറഫു. എല്ലാം പോച്ചടാ, ഞാൻ ഏതൊക്കെ വാഴണം? അങ്ങനെയൊക്കെ പറയാൻ പറ്റോ? നമ്മള് നാളെയും കാണണ്ടേ? എന്നിട്ട് ഇപ്പൊ സമാധാനമായോ? എനിക്ക് കുഴപ്പമില്ല, ഇത് മതി. സമാധാനമായി? ഹാപ്പി അല്ലേ? മോ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഷറഫു, ഒന്നും വിചാരിക്കരുത് കേട്ടോ. നമ്മള് ഖുർആനിലുള്ള കാര്യമാണ് പറയുന്നത്. എനിക്ക് വിചാരിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഈ മതത്തിനെ മുറുകെ പിടിച്ച് അങ്ങനെ അന്ധവിശ്വാസത്തിൽ നടക്കണ ഒരുത്തനൊന്നുമല്ല. ഞാൻ പള്ളിയിൽ പോകും, നിസ്കരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷറഫു കേൾക്കൂ. ഷറഫുവിനെ പോലെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഉണ്ടാകേണ്ടത്. ഏതുപോലെ? ഇതിൽ തെറ്റ് കണ്ട തെറ്റാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയണം ഷറഫുവിനെ പോലെ.